ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യലാണ്. ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ കാരണം കുറച്ച് മുരിങ്ങയുടെ പൂവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മുരിങ്ങാപ്പൂ കൊണ്ട് ഒരു തോരൻ വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മുരിങ്ങാപ്പൂവ് ഞാൻ കാണിച്ചു തരാം. ഒരു സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ ഇങ്ങനെ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് കേട്ടോ മുരിങ്ങയുടെ പൂവ്. എങ്ങനെയുണ്ട്? കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ? മുല്ലപ്പൂവാന്ന് വിചാരിക്കും പെട്ടെന്ന്. നല്ല അടിപൊളി സാധന. ഇത് എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതാ അടുപ്പൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, പാത്രമൊക്കെ ചൂടായി. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് വലിയുള്ളിയും അതുപോലെ ചുവന്നമുളക് ചതച്ചതും ഇത് രണ്ടും കൂടിയിട്ട് ഇതിലോട്ടിടാം. അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റം, നമ്മുടെ മുരിങ്ങാപ്പൂവ് ഇതിലോട്ട് ഇടാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കണം. കുറച്ച് ഉപ്പിടട്ടെ. ഉപ്പ് പാകത്തിനിട്ടാൽ മതി. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടണ്ട. നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ, ഇടക്കൊന്നേ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് കുറച്ച് വെന്തപ്പോൾ ചൂടായപ്പോൾ കണ്ടായി ചുങ്ങി. എത്രത്തോളം പൂവുണ്ടായിരുന്നു, നമുക്കൊന്ന് ചുങ്ങിപ്പോയി. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് കേട്ടോ. മുരിങ്ങയുടെ പൂവും കായും എല്ലാം, ഇലയും എല്ലാം നല്ല ഔഷധമുള്ളതാണ്, കണ്ണിനും തലക്കും എല്ലാം. ഓക്കെ, ഇനി ഇതിലെ സ്പെഷ്യൽ ഒരൈറ്റം കൂടിയും ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഒരു 2-3 കോഴിമുട്ട. നല്ലോണം ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇതൊന്നാണ് വേവിച്ച്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യാറുള്ളൂ ഇവിടെ. പിന്നെ നമ്മൾ ചെക്ക ഉണ്ട്, അവന് കൊടുക്കാം. ഇന്നിപ്പോൾ കുട്ടികളൊന്നും കിട്ടിയിട്ടില്ല,
അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് അതിനുള്ള മുതലില്ലേനും എല്ലാവരും കൂടി ഒറ്റയടിക്ക് തിന്നു, കാരണം വളരെ കുറച്ചുള്ളൂ. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം ടേസ്റ്റിയാണ്. ഇപ്പോൾ സ്വയം പുകഴ്ത്തുകയെന്ന് പറയുന്നത് സംഭവം ഇതൊരു ടേസ്റ്റ് വിഭവമാണ്. എല്ലാവർക്കും ഇത് ലഭ്യമാവുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇത് കോഴിമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകിയിട്ട് ഇടാം, അതും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ക്ഷമേ ഇപ്പാട് കുട്ടി ഒന്ന് തിന്നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്. ബിസ്മില്ലാ, നോക്ക്. രസണ്ടാ? തിന്നോ, നല്ല തിന്നോ. രസണ്ടാ? സൂപ്പറാ. ആയിക്കോട്ടെ.